ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് എൻഗൾഫിംഗ് ക്യാൻഡിലിനെ പറ്റിയിട്ടാണ്. ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ ക്യാൻഡിലാണ്. ഇത് രണ്ട് രീതിയിലാണുള്ളത്, ബുള്ളിഷ് എൻഗൾഫിംഗ് അതുപോലെ തന്നെ ബീറിഷ് എൻഗൾഫിംഗ്. രണ്ടും കാണാൻ ഒരുപോലെയാണ്. അതിൻ്റെ കളേഴ്സ് വെച്ചിട്ടാണ് നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നോർമലി നമ്മളൊരു അപ് ട്രെൻഡിൽ എൻഗൾഫിംഗ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ റിവേഴ്സൽ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ പിന്നീട് ഒരു ഡൗൺ ട്രെൻഡിൽ നമ്മളിത് കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പ് മൂവ്മെൻറ്റുമാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഇതിന് നമ്മൾ കുറച്ച് കൺഫർമേഷനും കാര്യങ്ങളും നോക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പ് എങ്ങനെയാണ് ബുള്ളിഷ് എൻഗൾഫിങ്ങും അതുപോലെ ബീറിഷ് എൻഗൾഫിങ്ങും ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇത് ഡേ ടൈം ഫ്രെയിമിലാണ് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡേ ടൈം ഫ്രെയിമിൽ ഒരു സ്മോൾ ബോഡിയോട് കൂടി ഒരു ക്യാൻഡിൽ കിട്ടുന്നു, സ്മോൾ ബോഡി ആയിരിക്കുന്നു. നെക്സ്റ്റ് ഡേ ഉണ്ടാവുന്ന ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു ലാർജർ ബോഡിയോട് കൂടി, ഇതിനേക്കാൾ ലാർജർ ബോഡിയോട് കൂടിയിട്ടുള്ളൊരു ക്യാൻഡിൽ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആവുന്നു. സോ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമുക്കൊരു റെഡ് ക്യാൻഡിലാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിങ് ഇവിടെ, ക്ലോസിങ് ഇവിടെയാണല്ലോ. അപ്പോൾ ഈ ഒരു ക്ലോസിന് ഈക്വലായിട്ടോ അല്ലെങ്കിൽ ആ ക്ലോസിന് താഴെ ആയിട്ടായിരിക്കണം ഈ ഒരു നെക്സ്റ്റ് ഡേ ക്രിയേറ്റ് ആവുന്ന ലാർജർ ബോഡിയുടെ ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ലാർജർ ബോഡിയിൽ ഉണ്ടാകുന്ന ഗ്രീൻ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് ഈ ഒരു സ്മോൾ റെഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിങ്ങിന് മുകളിലായിരിക്കണം ചെയ്യേണ്ടത്, ക്ലോസിങ് ഉണ്ടാവേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ബീറിഷ് എൻഗൾഫിങ്ങിൽ കൺഫർമേഷൻ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്രീൻ ക്യാൻഡിലായിരിക്കും സ്മോൾ ബോഡിയിൽ ഉണ്ടാവുക. നെക്സ്റ്റ് ഡേ ഉണ്ടാവേണ്ട കൺഫർമേഷന് വേണ്ടി നമുക്ക് വേണ്ടത് ഒരു ലാർജർ ബോഡിയുടെ റെഡ് ക്യാൻഡിലാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ലാർജർ ബോഡിയുടെ റെഡ് ക്യാൻഡിലാണ് വേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ കൺഫർമേഷൻ നോക്കുന്നത് എങ്ങനെയാണ്, ഈ ഒരു ഗ്രീൻ ക്യാൻഡിലായതുകൊണ്ട് ഓപ്പണിംഗ് ഇവിടെ, ക്ലോസിങ് ഇവിടെയാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ക്ലോസിന് ഈക്വലായിട്ടോ അല്ലെങ്കിൽ ആ ക്ലോസ് പ്രൈസിന് മുകളിലോ നമ്മുടെ റെഡ് ലാർജർ ബോഡി ക്യാൻഡിലിൻ്റെ ഓപ്പണിങ് വരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ക്ലോസിങ് ബുള്ളിഷ് ക്യാൻഡിലായിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്മോൾ ബോഡിയിലുള്ള ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഓപ്പണിന് താഴെ ആയിരിക്കണം ചെയ്യേണ്ടത്, ആ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിങ് വരേണ്ടത്. നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിന് ഈക്വലായിട്ടുള്ളൊരു ഓപ്പണിങ്ങും ക്ലോസിന് എബോവ് ആയിട്ടുള്ളൊരു ക്ലോസിങ്ങും നമുക്ക് ഗ്രീൻ ക്യാൻഡിൽ കിട്ടി. അപ്പോൾ ഇവിടെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടി. സോ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. ഓക്കെ, ഇവിടെ എൻട്രി എടുത്തിട്ട് ടാർജറ്റായിട്ട് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഏരിയ, ഈ ഒരു ഏരിയയാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. അവിടെ നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ടാർജറ്റായിട്ട് വെക്കാം. ടാർജറ്റ് 1 ഇവിടെ, അതിൻ്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ടാർജറ്റ് 2. ഇത് തന്നെ ഡൗൺ ട്രെൻഡിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു വിക്കിന് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. ഇത് തന്നെ നിങ്ങൾക്ക് മുകളിൽ നിന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ എൻട്രി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു അപ്പ് ട്രെൻഡിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ ഫോം ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് സ്മോൾ ബോഡിയോട് കൂടിയിട്ടുള്ളൊരു ഗ്രീൻ ക്യാൻഡിലും അതിനുശേഷം അതിന് ഈക്വലായിട്ടുള്ള ലാർജർ ബോഡിയോട് കൂടി ഒരു റെഡ് ബോഡിയോട് കൂടി ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻട്രി ഈ ഒരു ഏരിയയിൽ എടുക്കാം. അവിടെ നിന്ന് ടാർജറ്റായിട്ട് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഏരിയ ടാർജറ്റായിട്ട് വെക്കാം. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഷാഡോയ്ക്ക് മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഓക്കെ, മറ്റൊരു ക്യാൻഡിൽ അപ്ഡേറ്റുമായിട്ട് വരാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.